ഈ വർഷത്തെ ഓണപരീക്ഷ ഇതാ വന്നിരിക്കുന്നു. ഇനി ആദ്യം വർഷം തുടങ്ങിയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ ഫുൾ A+ ഒക്കെ മേടിക്കും, ഈ വർഷം ഞാൻ അടിപൊളിയാണ്, ഐ എം എ ഗുഡ് ബോയ്, ഐ എം എ ഗുഡ് ഗേൾ, ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തേക്ക് ആ മോട്ടിവേഷനൊക്കെ പോയിട്ടുണ്ടാവും. ഇന്ന് പാസ്സായി കിട്ടിയാൽ മതി, ഓണം വെക്കേഷൻ ആയാൽ മതി എന്നായിരിക്കും നിങ്ങളുടെ വിചാരം. ചിലവർക്കൊന്ന് പാസ്സായി കിട്ടിയാൽ മാത്രം മതി എന്നായിരിക്കും. ഇനി പഠിച്ചു തുടങ്ങിയാൽ സാർ എനിക്ക് പാസ്സാകാൻ പറ്റില്ല, ഫുൾ A+ കിട്ടുമോ, ഇനി എക്സാമിനാകെ 10 ദിവസമല്ല അതിനേക്കാൾ കുറവുള്ളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം ഇത്രയും പഠിക്കാനുണ്ടെങ്കിൽ, ഓക്കെ, ഇത്രയും അട്ടിക്ക് ബുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ഓണ പരീക്ഷയ്ക്ക് എൻ്റെ പകുതിൻ്റെ തൊട്ട് കുറവുണ്ട്, ഓക്കെ, പകുതിയെക്കാട്ടും തൊട്ട് കുറവുണ്ട്. അപ്പോൾ ഇത്രയും പഠിക്കാനുണ്ട്. ഇത്രയും പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ A+ നല്ല മാർക്ക് കിട്ടുള്ളൂ. എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടെൻഷനാണെങ്കിൽ ടെൻഷൻ, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ബോറടിയാണെങ്കിൽ ബോറടി, നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, അതെന്താണോ കൺസേൺ ഇപ്പം തന്നെ കമൻസിലിടാം. കാരണം ഞാൻ ഇതിൽ കൂടെ പോയിട്ടാണ്, ഞാനും പരീക്ഷ എഴുതിയിട്ടുണ്ട് മക്കളെ. ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ ഏകദേശം പരീക്ഷ എഴുതി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അത് കമൻസിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ തരാം പഠിപ്പിക്കുന്ന പോലെ. എന്നെക്കൊണ്ട് പറ്റുമോ? എന്നെക്കൊണ്ട് ഈ ബാക്കിയുള്ള ദിവസങ്ങൾ, ഈ 10 ദിവസം അല്ലെ 8 ദിവസം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പറ്റുമോ? സോ ദ ഫസ്റ്റ് ആൻസർ, ഏറ്റവും സിംപിളസ്റ്റ്. നിങ്ങൾ വിചാരിക്കും, നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും, ചിലപ്പം നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത് നിന്നെ കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് ആയിരിക്കും ഈ വർഷം മൊത്തം ഉഴപ്പി ഇനി പഠിക്കാൻ തുടങ്ങിയാൽ നടക്കും, അടിപൊളി, ഒന്നും നടക്കൂല. ആൻഡ് ഫ്രണ്ട്സ് ആയിരിക്കും ഈ പ്രാവശ്യവും പോയി, മോട്ടിവേഷൻ ഫുൾ പോയി. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് യെസ് ആണ്. നിങ്ങളെ കൊണ്ട് പറ്റുമോ? യെസ് പറ്റും. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണം? കൺസിസ്റ്റൻസി വേണം. ഓക്കെ, നിങ്ങൾ ഇന്ന് അലൻ സാറിൻ്റെ വീഡിയോ ഉണ്ട്, അലൻ സാർ പറഞ്ഞു ഫുൾ മാർക്ക് അല്ലേ, ഫുൾ A+ കിട്ടുമോ? യെസ്. പക്ഷേ നാളെ മാത്രം പഠിച്ചാൽ പോരാ. നാളെ മാത്രമല്ല, 7 ദിവസം 8 ദിവസം ബാക്കിയുണ്ട്, 8 ദിവസം പഠിക്കണം. അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമോ? യെസ് പറ്റും. ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ പ്രസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, എത്ര പഠിക്കണം? ഞാൻ പറഞ്ഞു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം. എത്ര പഠിക്കണം? ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും അട്ടി ബുക്ക്, ഇത്രയും അട്ടി ബുക്ക് ഒരു മണിക്കൂർ മാത്രം മൊത്തം പഠിച്ചാൽ ശരിയാവില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രം പഠിച്ചാൽ ശരിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ നിങ്ങളെല്ലാവരും അടിപൊളി പഠിത്തമായിരിക്കുന്നതായിരിക്കും അറിയാം. സാറ്റർഡേക്ക് ഇരുന്നിട്ട് നിങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കും. ഈ ഒരു ദിവസം മാത്രം 2 മണിക്കൂർ 3 മണിക്കൂർ ഇരുന്നിട്ട് ആർക്കും കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ സിമ്പിൾ കാര്യം, നിങ്ങളൊരു 1 hour, ഓക്കെ, ചിലവർക്ക് 1 hour ആയിരിക്കും എല്ലാ ദിവസവും പറ്റുക. പക്ഷെ അതിനെക്കാട്ട് കുറച്ചുകൂടി കൂടാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം. 2 hour പെർ ഡേ. ഓക്കെ, 2 hour ഇന്നല്ല, 2 hour നാളെയല്ല, 2 hour മറ്റന്നാളും അല്ല, 2 hour എല്ലാ ദിവസവും പഠിക്കാം. ഓക്കെ, അപ്പോൾ 2 hours നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കാൻ പറ്റിയ സെറ്റായി മക്കളെ. 2 മണിക്കൂർ നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ രാവിലെ 6 മണി മുതൽ 8 മണി വരെ പഠിച്ചു, സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് 4 മുതൽ 10 മണി വേണ്ട. 2 മണിക്കൂർ ഡെയിലി നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ ധാരാളം. ഓക്കെ, 2 മണിക്കൂർ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഈ ചാനൽ ഈ സമയത്ത് കാണുന്ന ലൈവിന് വരിക. ഓക്കെ, എല്ലാ ദിവസവും വരിക. അത് നിങ്ങൾക്ക് ഒരു 1.5 hours ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യം ബ്രെയിനിൽ കയറി. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ കുറേ കാര്യങ്ങൾ കയറി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് നേരം അത് റിവൈസ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, സ്കൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിനർ തരുന്ന ഫ്രീ നോട്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ ആ കാര്യം പഠിച്ചിട്ട്. നിങ്ങൾ മാത്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മാത്സ് ആണപ്പോൾ ക്ലാസ് കണ്ടു, അതിൻ്റെ എത്ര ക്വസ്റ്റ്യൻസാ, ഞാൻ തന്നെ ലൈവിൽ എത്ര ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. മാത്സ് ടീച്ചേഴ്സൊക്കെ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് തരുന്നത്, അതൊക്കെ ചെയ്യുക. അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, സോഷ്യൽ ആണെങ്കിൽ വായിച്ചുറങ്ങാണോ ഉറങ്ങട്ടെ, കുഴപ്പമില്ല, അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറയാം. 2 മണിക്കൂർ ഡെയിലി. ഓക്കെ, ഈ 10 ദിവസം 10 ദിവസം മാത്രം 2 മണിക്കൂർ പഠിക്കുക. അതുകൊണ്ട് വെക്കേഷൻ നിങ്ങൾ ബുക്ക് തുറക്കണ്ട. ഓക്കെ, പക്ഷേ ഈ 10 ദിവസം പഠിക്കുന്ന ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ എത്ര പഠിക്കണം? ഒരു മിനിമം 1 hour ഡെയിലി പഠിക്കുക. ഇനി പഠിക്കുമ്പോൾ ബോറടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. സ്പെഷ്യൽ കേസ് സിനാരിയോ. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ സോഷ്യൽ ആയിരിക്കും അല്ലേ? സോഷ്യൽ പഠിക്കുമ്പോൾ ബോറടിക്കും, എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. എനിക്ക് സോഷ്യൽ കണ്ടാൽ പറ്റൂല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് സോഷ്യലിൻ്റെ ബുക്ക് എടുത്തരാം. ഓക്കെ, ഞാൻ ഇവിടെ സോഷ്യൽ സയൻസിൻ്റെ ബുക്ക് എടുത്തു. ഓക്കെ, സോഷ്യൽ സയൻസ് നിങ്ങൾ ഏത് ക്ലാസ് ആണെങ്കിലും നിങ്ങൾക്ക് സോഷ്യലോ ബോറടിക്കുന്ന ഏത് സബ്ജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എക്സാമിനറുടെ ക്ലാസ് ഫ്രീ ആയിട്ടുണ്ടല്ലോ, ആ ലൈവിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെയുള്ള ലൈവ് പോയി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നാളെ മുതൽ പഠിക്കും. പക്ഷെ നാളെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അല്ലല്ലോ പഠിപ്പിക്കുന്നത്, അപ്പോൾ ഞാൻ മൺഡേ തുടങ്ങാം. ഇല്ല, പണ്ടെടുത്ത ലൈവുകളൊക്കെ ഉണ്ട്, എല്ലാം പോയി കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വെച്ച് തുടങ്ങുക, പക്ഷേ തുടങ്ങണം. ഇനി SS എടുക്കുക. SS എൻ്റെ അമ്മോ ബോറടിക്കുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം? ഞാൻ എൻ്റെ 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യത്തെ കുറച്ച് കാലം ഞാൻ പ്രോപ്പറായി പഠിച്ചില്ല, പക്ഷേ SS സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ബുക്ക് നോക്കിയിട്ട് വായിക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഞാൻ നോട്ട്സ് എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഞാൻ വളരെ കൺസൈസ് ആയിട്ട് നോട്ട്സ്. ഓക്കെ, ഇപ്പം എന്താണ് ഇന്ത്യ ഗോട്ട് ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് 1947, അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? ഇന്ത്യ ഇൻഡിപെൻഡൻസ് 1947.
എനിക്കത് കാണുമ്പോൾ മനസ്സിലായി, പിന്നെ ഓർമ്മ വരും, ഇത് എനിക്ക് അറിയാം. ഓക്കെ, അപ്പം ഞാനിപ്പം നിങ്ങളോട് പറയും ഒരു 5 മാർക്ക് ക്വസ്റ്റൻ എഴുതാൻ. ഫസ്റ്റ് പോയിന്റ് എനിക്കറിയാം, ഇന്ത്യ ഗോട്ട്സ് ഇൻഡിപെൻഡൻസ് 1947. അടുത്ത പോയിന്റ് എന്താണ്, അപ്പം ഗാന്ധിജിയാണ് ഇങ്ങനെ ചെയ്തത്, അപ്പം ഞാൻ ഗാന്ധിജി ഇങ്ങനെ ചെയ്തു. സോൾട്ട് മാർച്ച് മൂവ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഫ്രീ എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അത് എഴുതി. ഓക്കെ, ഞാൻ ആ പോയിന്റ് എഴുതിയിട്ട് ഒരു 10 പേജുള്ള ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ ഞാൻ ചിലപ്പോൾ 2 പേജ് നോട്ടാക്കിയിട്ടുണ്ടാവും. ഓക്കെ, വളരെ സിമ്പിൾ. ഓക്കെ, എഴുതുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരില്ല. സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ വായിക്കുമ്പോൾ ഉറക്കം വരും, വായിച്ച് ഉറക്കം വരും. അത് എനിക്കും വരും, നിങ്ങൾക്ക് വരും, ആർക്കും വരും. മാത്സ് പഠിക്കുമ്പോൾ ഉറക്കം വരുന്ന ആരും പറയുന്നത് കേട്ടില്ലല്ലോ. കാരണം മാത്സ് ഒരിക്കലും ബ്രെയിനിൽ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എഴുതി ചെയ്യണം. ഓക്കെ, അപ്പം അതേപോലെ സോഷ്യലും നിങ്ങൾ ആ വായിക്കുന്നത് മാറ്റിയിട്ട് എഴുതി ചെയ്യുക. നോട്ട്സ് ഷോർട്ട് ആയിട്ട് എഴുതുക, സയൻസും എഴുതുക. നിങ്ങൾക്കിപ്പോൾ ബയോളജി, മാർസനോട് പറയുന്നത് എനിക്ക് ബയോളജി കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, പ്ലാന്റിൽ മറ്റേത് കയറും ഇത് കയറും, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ബയോളജി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നോട്ട്സ് എടുക്കും. പക്ഷെ നോട്ട്സ് ഇങ്ങനെ ഭയങ്കര വലുതായിട്ടുണ്ടെന്നാ എനിക്ക് മനസ്സിലാവണം. ഞാൻ എന്ത് ചെയ്യും, എന്താണ് ലീഫിൽ എന്താ സംഭവിക്കുക, ഫോട്ടോസിന്തസിസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഫോട്ടോസിന്തസിസ് എന്നുള്ള കാര്യം ലീഫിൽ നടക്കും. പിന്നെ സെൻറ്റൻസ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്കൊക്കെ പറ്റും. അത് കഴിഞ്ഞെന്താ സംഭവിക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്ന ക്ലോറോഫിൽ ഉണ്ടാവണം. ഓക്കെ, ക്ലോറോഫിൽ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ പിഗ്മെന്റ്. ഓക്കെ, അപ്പോൾ എന്താ പ്രൊഡ്യൂസ് ആവുന്നത്, ഗ്ലൂക്കോസോ സുക്രോസോ എന്താണെന്ന് വെച്ചാൽ എഴുതുക, അത്രയും മതി. അപ്പോൾ എനിക്കൊരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഉറക്കം വരില്ല, നിങ്ങളുടെ ബ്രെയിൻ ഉറക്കാൻ സമ്മതിക്കുമല്ലോ. ഓക്കെ, നമ്മൾ വായിക്കുമ്പോൾ ബോറടിക്കുമ്പോഴൊക്കെ നോട്ട്സ് എഴുതുക, വളരെ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട്. പിന്നെ ഈ നോട്ട്സ് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ എഴുതുന്ന പോലെയാണ്, എനിക്ക് ബ്രെയിൻ തലയിൽ ഇങ്ങനെ എഴുതുന്ന പോലെയല്ല, ബ്രെയിനിൻ്റെ ഉള്ളിൽ ഇത് വയറായിക്കൊണ്ടിരിക്കും. അങ്ങനെ പുതിയ വയറിങ് കണക്ഷൻസ് നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വരുമ്പോൾ ഇത് എഴുതി പോയിക്കോളും. എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് വായിക്കാനല്ല വരിക, അവസാനം എഴുതണം ആൻസർ. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വന്നോളൂ ആൻസർ, പക്ഷേ എഴുതണം, നോട്ട്സ് നോക്കണം, റെഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എഴുതി പോകുന്നുണ്ട്, നിങ്ങൾ വായിച്ച് പോകുന്നുണ്ട്, എല്ലാം സെറ്റായി. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ 2 മണിക്കൂർ മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ ഈ പ്രാവശ്യത്തെ ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും A+ മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ബോറടിക്ക് ഞാൻ സൊല്യൂഷൻ തന്നു, നോട്ട്സ് എഴുതുക. എത്ര നേരം പഠിക്കണം, നാളെ 10 മണിക്കൂറല്ല, എല്ലാ ദിവസവും 2 മണിക്കൂർ, നിങ്ങൾക്ക് ഈസിയാണെന്ന് തോന്നുന്ന ചാപ്റ്റർ വെച്ച് തുടങ്ങുക. ഓക്കെ, ടഫായിട്ടുള്ള വെച്ച് ഈസി ആയിട്ടുള്ള വെച്ച് തുടങ്ങുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടഫ് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാ ദിവസവും എത്ര മണിക്ക് വരണം, എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാമിനർ ഫ്രീ ആയിട്ട് ലൈവ് നടത്തുന്നുണ്ട് ഈ സമയത്ത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും ലൈവിൽ വരിക, ഫ്രീ ക്ലാസ്, ഞങ്ങളുണ്ട് കൂടെ. ഓക്കെ, ഇനി എല്ലാ ദിവസവും ലൈവിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സാമിനറുടെ ബാഗൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ഒരാൾക്ക് മാത്രമല്ല 10 ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും, അപ്പോൾ ഒരു ചാലഞ്ചായിട്ട് എടുക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്നേ വരെ നിങ്ങൾ ഡൗട്ട് ചെയ്ത് നിങ്ങളുടെ പേരൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അവരോട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഒരു എക്സാം എന്താണേലും 10 ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം പഠിച്ച്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിച്ച് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക നിങ്ങളെ കൊണ്ട് പറ്റുന്നു. ഓക്കെ, അപ്പോൾ എക്സാം ഓടിയോളെയോ ഓണസദ്യ ഓടിയോളെയോ നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നതാണ്, മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ നാളെ മാത്രമേ ഇത് ഉപയോഗിച്ചാൽ പോരാ, എല്ലാ ദിവസവും ഉപയോഗിക്കണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ ക്ലാസ് എല്ലാ ദിവസവും ഈ സമയത്ത്. ഓക്കെ.